പറഞ്ഞ കുട്ടനാടുമായി ഭൂമിശാസ്ത്രപരമായി പല സമാനതകളുമുള്ള ഇൻ്റർനാഷണലി തന്നെ വളരെയേറെ പ്രശസ്തമായ ഒരു പ്രദേശമാണ് ഷാങ്കായി എന്ന് പറയുന്നത്. അവിടെ പുഡോങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ കുട്ടനാടുമായിട്ട് വളരെ സാമ്യമുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രദേശം ഇന്ന് വേൾഡിൽ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ഭൂപ്രദേശമായി മാറി എന്നുള്ളത് ബോധപൂർവം നമ്മളുടെ ഭരണാധികാരികൾ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. ആ നിലയിൽ നോക്കുമ്പോൾ കുട്ടനാട് പോലുള്ള ഒരു പ്രദേശത്ത് എയിംസ് സാക്ഷാത്കരിച്ചാൽ എൻജിനീയറിങ്ങിൻ്റെ നമ്മളുടെ ടെക്നോളജികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു മോഡലായി തന്നെ നമുക്കിതിനെ മാറ്റിയെടുക്കാൻ പറ്റും. നമുക്കറിയാം, റിക്ലമേഷൻ ചെയ്ത പല നാടുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ദുബായ് ഉണ്ട്, സിംഗപ്പൂരുണ്ട്, അടുത്തിടെ നമ്മളുടെ ശ്രീലങ്ക അടക്കമുള്ള പ്രദേശങ്ങൾ. ചൈന എത്രയോ സ്ഥലങ്ങൾ റിക്ലെയിം ചെയ്ത് അവർ ലാൻഡാക്കി മാറ്റി ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. നമുക്കറിയാം, ഏതൊരു പദ്ധതിക്കും എനർജി, ഇലക്ട്രിസിറ്റിയുടെ ആവശ്യകതയുണ്ട്. ഈ പറഞ്ഞ 6 ബ്ലോക്ക് എന്ന് പറഞ്ഞ പ്രദേശം നമുക്ക് സോളാർ എനർജി, അതിൽ വളരെയേറെ സാധ്യതകൾ കൂടിയുണ്ട്, വിശാലമായിട്ടുള്ള പാടശേഖരങ്ങൾ. ഇനി അത് വളരെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്താൽ വേമ്പനാട്ടിൻ്റെ കായലിൻ്റെ പല ഭാഗങ്ങളും നമുക്കതിൻ്റെ ഭാഗമാക്കി മാറ്റാൻ പറ്റും. വളരെ വലിയ ഒരു കുതിച്ചുചാട്ടം ഈ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള എനർജി കൺസംഷനിലൂടെ അല്ലെ ഉൽപാദനത്തിലൂടെ നമുക്ക് ലോകത്തിൻ്റെ മുന്നിൽ മാതൃക സൃഷ്ടിക്കാനായിട്ടാവും.